ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ മോൾ ഹഫ്സ ഉണ്ടാക്കിയ ഒരു സീസണൽ കാർഡ്സിൻ്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ സീസണൽ കാർഡ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. സീസണൽ കാർഡ്സ് ഉണ്ടാക്കാൻ ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് സ്ക്വയറായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ക്ലിയർ സ്ക്വയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഇതിനെ 4ആയിട്ട് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് വേണമെങ്കിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്യാം. നമ്മളതിന് നിവർത്തിയിട്ട് ട്രയാങ്കിൾ ഷിപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് രണ്ട് ഭാഗവും നന്നായിട്ട് മടക്ക് വരുന്ന പോലെ സ്കെയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഉൾഭാഗത്തേക്ക് ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്നടക്കാൻ പറ്റിയ പോലെ ഒരു കാർഡാക്കി മാറ്റാൻ പറ്റും. ആ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയ ഭാഗത്തിന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി തുറക്കാൻ പറ്റിയ പോലുള്ള ഷേപ്പ്. ശേഷം നമുക്കത് നിവർത്തിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ആദ്യം മടക്കിയ പോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊരു ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനൊരു പെൻസിൽ ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ട്രയാങ്കിൾ ഷേപ്പിൽ അറ്റം ഭാഗത്ത് നല്ലോണം ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ ഈ ഉൾഭാഗത്താണ് നന്നായിട്ട് ഉള്ളിലാക്കിയിട്ട് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ രണ്ട് സൈഡും നമുക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അളന്ന് കട്ട് ചെയ്താൽ മതിയാവും. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്ന പോലെ കട്ട് ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഉള്ളിലത്തെ അറ്റത്തിലേക്കാണ് നമ്മൾ ആഴത്തിലേക്ക് മുറിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു കാർഡായിരിക്കും. ഇനി നമുക്ക് ആവശ്യം ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഇനി റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് മടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് വെട്ടിയാൽ മതി. അപ്പോൾ അളവും കൃത്യമായിരിക്കും. നമ്മളിങ്ങനെ വെട്ടുമ്പോൾ ഇതുപോലെ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് ഒരു ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാം. ഒരു കള്ളി മാത്രം സ്ക്വയറായിട്ട് അങ്ങനെ വിട്ട് ഇതുപോലെ 3 ഭാഗവും നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഭാഗവും ഹാർട്ടിൻ്റെ ഷേപ്പും ഒരു ഭാഗം സ്ക്വയറായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി നോക്കാം. അതല്ലേ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർട്ട് തുറക്കുന്നത് പോലുള്ള ഒരു കാർഡ് നമുക്കായി. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയ ഹാർട്ട്സ് അങ്ങനെ ഉണ്ടാക്കി അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വേറൊരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതും. സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ വേർഡിങ്സൊക്കെ ഉള്ളിൽ എഴുതിയിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ ഒന്നുകൂടെ നന്നായിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ഹാർട്ട്സാണ് ഉള്ളത്, ഒരു സ്ക്വയറും. ഞാൻ വേറൊരു കളറിലുള്ള ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് ഇതുപോലെ 3 ഹാർട്ട് ഉള്ളിലേക്കും 1 പുറത്തൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 4 ഹാർട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹാർട്ട്സ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നടുക്കുള്ള പോലെ മടക്കിയിട്ട് ഹാർട്ട്സ് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഈ മുറിച്ച് വെച്ച ഹാർട്ട്സൊക്കെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ സീസണൽ കാർഡ്സൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവർക്കും സന്തോഷം നൽകും, നമുക്കും അത് കൊടുക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവും.
അത് സീസണൽ കാർഡ്സ് നമുക്ക് ഓൺ വേർഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സ് നമുക്ക് അതിൽ എഴുതി ചേർത്താനും പറ്റും. ഞാൻ ഈ വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു കാർഡാണ് എൻ്റെ മോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നമ്മളൊരു വേറൊരു കളർ കൂടെ നടുക്ക് ഒട്ടിച്ചപ്പോൾ അത് ഒന്നുകൂടെ ഭംഗി കൂടി. ഇനി നമുക്ക് ഒന്നുകൂടെ മോള് അത് വേറൊരു കളർ, ഇനിയൊരു കളർ ഇൻവിറ്റേഷൻ കാർഡ് കൂടെ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്യാം. 4 എണ്ണം കട്ട് ചെയ്തിരുന്നില്ല, അതിലൊന്ന് പുറത്തൊട്ടിക്കണം. അത് പുറത്തൊട്ടിക്കുകയാണ്. നമ്മളിങ്ങനെ മടക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ആ അതിലുള്ള മടക്കിൻ്റെ മേലേക്ക് കൃത്യം വെച്ച് അതിനെ ഒട്ടിക്കാൻ പറ്റും. അതുപോലെ ഇനിയൊരു സിൽവർ കളറോടെ എടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 4 ഹാർട്ട്സാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഒരു സ്ക്വയറും 4 ഹാർട്ട്സും. ഞങ്ങളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് മടക്കിയിട്ട് വേണം അത് ഒട്ടിക്കാൻ. അപ്പോഴാണ് നമ്മൾ മടക്കുമ്പോൾ സുഖമായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാർഡാണ്. സ്ക്വയറായിട്ടുള്ള കട്ട് ചെയ്തത് മുകളിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഒരു ഹാർട്ട് കട്ട് ചെയ്തതുണ്ട്, അത് നമുക്ക് മുമ്പിൽ പുറത്തേക്കും ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് നടുക്ക് നമുക്ക് എന്ത് വിഷസ് വേണമെങ്കിലും എഴുതിയിട്ട് നമുക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാർഡാണ്. സീസണൽ കാർഡ്സ് പോലെ ബർത്ത്ഡേ വിഷസ്, ന്യൂ ഇയർ വിഷസ് ഒക്കെ എഴുതി നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാം. നമ്മൾ തന്നെ സ്വന്തം കയ്യിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. ഇതിൽ വേണമെങ്കിൽ ആ നടുക്ക് നമുക്കൊരു ബട്ടൺ വെച്ച് ഒരു പിൻ വെച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുറക്കാൻ പറ്റിയ പോലെ ഒരു റിബൺ കെട്ടിക്കൊടുക്കാൻ പറ്റിയതാണ്. സിമ്പിളായിട്ടുള്ള ഒരു സീസണൽ കാർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് വേർഡ്സ് വേണമെങ്കിലും നടുക്ക് എഴുതി ചേർത്താവുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്